അതുപോലെ പല രീതിയിലുള്ള ഇന്റഗ്രൽസ് ഡിഫൈൻ ചെയ്തു. ഒരു ലൈനിന്റെ മുകളിലുള്ള ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന കേസിൽ, അതായത് സിംഗിൾ ഇന്റഗ്രൽ ഡിസ്കസ് ചെയ്തു. പിന്നെ ഒരു ഏരിയയുടെ മുകളിൽ, 2 ഡയമെൻഷണൽ ഏരിയയുടെ മുകളിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന കേസിൽ ഡബിൾ ഇന്റഗ്രൽ ഡിഫൈൻ ചെയ്തു. ദെൻ ഒരു 3 ഡയമെൻഷണൽ വോളിയത്തിന്റെ മുകളിൽ ട്രിപ്പിൾ ഇന്റഗ്രൽ ഡിഫൈൻ ചെയ്തു. 3 ഡയമെൻഷണൽ ഒരു കർവിന്റെ മുകളിൽ ലൈൻ ഇന്റഗ്രൽ എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തു. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർഫസ് ഇന്റഗ്രൽസ് ആണ്. 3 ഡയമെൻഷണൽ ഒരു സർഫസിന്റെ മുകളിൽ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷന്റെ ഇന്റഗ്രൽ ഓവർ ദാറ്റ് സർഫസ് നമ്മൾ സർഫസ് ഇന്റഗ്രൽ എന്ന് പറയും. അപ്പൊ ആ സർഫസ് ഇന്റഗ്രൽ ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചെറുതായിട്ട് സർഫസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ. വാട്ട് ഇസ് ദ സർഫസ്? Surface by definition is the collection of points, the locus of points moves in a space with 2 degrees of freedom. ഇതാണ് സർഫസിന്റെ ഡെഫിനിഷൻ. നമുക്കറിയാം പല രീതിയിലുള്ള സർഫസുകൾ. ഞാനിങ്ങനെ വെറുതെ കൺസിഡർ ചെയ്യണം. അപ്പൊ ഇതൊരു സർഫസ് ആണ്. ഈ സർഫസിന്റെ ഇക്വേഷൻ നമ്മൾ 3 രീതിയിൽ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ഒന്ന് ഇംപ്ലിസിറ്റ് ഫോം എന്ന് പറയും. എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ലെവൽ സർഫസ്. അതായത് ഇത് എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന 3 വേരിയബിൾ ഫംഗ്ഷന്റെ 3 വേരിയബിൾ ഫംഗ്ഷൻ ആകുമ്പോൾ അതിന്റെ ഡൊമൈൻ 3 ഡയമെൻഷണൽ ആണ്. അപ്പൊ അതിന്റെ എഫ് ഓഫ് എക്സ് വൈ സെഡ് കോൺസ്റ്റന്റ് ആവുന്ന എക്സ് വൈ സെഡുകളുടെ കളക്ഷൻ, അപ്പൊ അങ്ങനെയുള്ള കളക്ഷനെ നമ്മൾ ലെവൽ സർഫസ് എന്ന് വിളിച്ചത്, അല്ലെങ്കിൽ ലെവൽ കർവ് എന്ന് 2 വേരിയബിൾ ഫംഗ്ഷന്റെ കേസിൽ വിളിച്ചത്. സോ ആസ് എ ലെവൽ സർഫസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ സർഫസിന്റെ ഇക്വേഷൻ എഴുതാം. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 5. സോ ഇത് നമുക്ക് എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് വിളിക്കാം. നമുക്കറിയാം ഇതൊരു സ്ഫിയർ ആണ്. സ്ഫിയർ ഓഫ് റേഡിയസ് √5 ആണ് എന്നറിയാം. ഇനി അതേപോലെ തന്നെ എക്സ്പ്ലിസിറ്റ്ലി z is equal to f of xy ആ രീതിയിലും പറയാറുണ്ട്. അല്ലെങ്കിൽ ഈ സ്ഫിയറിന്റെ കേസ് തന്നെ നമുക്ക് ഇങ്ങനെ മാറ്റിയിട്ട് z is equal to z square is equal to 5 minus x square plus y square ആയി റൂട്ട്. അതിന്റെ അർത്ഥം z explicitly expressed in terms of 2 variables x and y. ആ രീതിയിലും കൂടിയാണ് നമ്മൾ ഇതിനെ 2 degrees of freedom. പല ആളുകൾക്കും സംശയമുണ്ട്, 3 വേരിയബിൾ അല്ല, ഇപ്പൊ 3 degrees of freedom ഇല്ല. അങ്ങനെയല്ല. നമ്മൾ ഏത് സർഫസ് എടുത്തു കഴിഞ്ഞാലും ഇപ്പോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ അത് ഇതിലെ പോയിന്റ്സും എക്സും വൈയും സെഡും വേരി ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ മൂന്നാമത്തെ വേരിയബിൾ സെഡ് ആണെങ്കിൽ z can be expressed in terms of other two. So z is equal to root of 1 minus x square minus y square ആണ്. അതിന്റെ അർത്ഥം എക്സും വൈയും വേരി ചെയ്യുന്നു and z depends on x and y. അപ്പോൾ 2 വേരിയബിളെ ശരിക്കും അവിടെ വരുള്ളൂ. ഏതിന്റെ കേസിൽ? സർഫസിന്റെ കേസിൽ. പക്ഷെ അത് കംപ്ലീറ്റ് ഇന്റീരിയറും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഒരു സ്ഫിയറിന്റെ ഇന്റീരിയറും കൂടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ അവിടെ z ഇൻ ഇന്റീരിയർ പോയിന്റ്സ് കൊണ്ട് z വേരി ചെയ്യുന്നുണ്ട്. പക്ഷെ സർഫസിന്റെ പോയിന്റ്സ് ആവുന്ന സമയത്ത് 2 വേരിയബിൾസ് മാത്രമേ വേരി ചെയ്യുന്നുള്ളൂ, മൂന്നാമത്തെ മറ്റേ രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ പാരാമെട്രിക് ഫോമിൽ എഴുതുന്ന സമയത്ത് പാരാമെട്രിക് ഇക്വേഷൻസ് വരുമ്പോൾ x is equal to ഒരു x of uv and y is equal to y of uv and z is equal to z of uv, അല്ലെങ്കിൽ വെക്ടർ r is equal to x of uv into y plus y of uv into j plus z of uv into k. ഇങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക. അതായത് സർഫസിലെ പോയിന്റ്സ് ആണെങ്കിൽ, സർഫസ് ആണെങ്കിൽ അതിന്റെ പോയിന്റ്സിലെ 2 വേരിയബിൾസിന്റെ 2 പാരാമീറ്റേഴ്സിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, സേ u and v. അങ്ങനെ വരുമ്പോൾ ഇതിൽ ഓരോ കോമ്പോണൻസും എക്സും വൈയും സെഡും ഇൻ ടേംസ് ഓഫ് 2 പാരാമീറ്റേഴ്സ് u and v ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം.
സോ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് യു വി, വൈ ഇസ് ഈക്വൽ ടു വൈ ഓഫ് യു വി, സെഡ് ഇസ് ഈക്വൽ ടു സെഡ് ഓഫ് യു വി എന്നുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ 3 രീതിയിൽ സർഫസിനെ നമ്മൾ എഴുതാറുണ്ട്. ആസ് ആൻ ഇക്വേഷൻ ഇൻവോൾവിംഗ് എക്സ്, വൈ ആൻഡ് സെഡ്. Then z is equal to f of xy എന്നുള്ള ഫോമിൽ. മൂന്നാമത് പാരാമെട്രിക് ഫോം. ഇതിൽ പാരാമെട്രിക് ഫോം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കേസിലും പിന്നീട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആദ്യം ഞാൻ സർഫസ് ഇന്റഗ്രൽ എങ്ങനെ എന്നുള്ളതും അത് ഉപയോഗിച്ചിട്ട് സർഫസ് ഏരിയ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാമെന്നുള്ളതും നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ സർഫസ് ഇന്റഗ്രൽ ഡിഫൈൻ ചെയ്യാം. സർഫസ് ഇന്റഗ്രൽ ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വെറുതെ ഒരു സർഫസ് ഇങ്ങനെ കൺസിഡർ ചെയ്യണം. 3 dimension. ഈ സർഫസില് ഈ സർഫസ് is given by the equation g of x, y, z is equal to c എന്ന് വിചാരിക്കും. അതായത് g of x, y, z എന്ന് പറയുന്ന ഫംഗ്ഷന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആവുന്ന x, y, z കളുടെ കളക്ഷൻ. ദാറ്റ്സ് a level surface of the function g of x, y, z എന്ന് വിചാരിക്കുക. അപ്പോൾ ആ സർഫസിനെ ഞാൻ s എന്ന് വിളിക്കുന്നു. And let f of x, y, z be a function defined over the surface. Then surface integral of f over s is defined by double integral over s f of x, y, z d sigma. ഇനി ആലോചിച്ച് നോക്കാം, നമ്മൾ ഓരോ ഇന്റഗ്രലിന്റെ കേസിലും ചെയ്ത കാര്യങ്ങൾ. സിംഗിൾ ഇന്റഗ്രലിന്റെ കേസിലാണെങ്കിൽ സിംഗിൾ ഇന്റഗ്രലിന്റെ കേസിൽ ഏതോ ഒരു റീജിയണില് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു എ ടു ബി, ചെറിയ പോർഷൻസ് ആക്കി എടുത്തു ഓഫ് സേ ഡി എക്സ്. ഇവിടുത്തെ പോയിന്റിന്റെ ഫംഗ്ഷന്റെ വാല്യൂ എഫ് ഓഫ് എക്സ് കണ്ടു, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് എന്നിട്ട് ആഡ് ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇന്റഗ്രേറ്റഡ് ഫ്രം സമേഷൻ ആണ് ഫ്രം എ ടു ബി എന്തിനാണ് ആ വാല്യൂ ഇൻടു ഡി എക്സ്. ഇനി ഡബിൾ ഇന്റഗ്രലോട്ട് വന്നപ്പോൾ 2 dimensionൽ ഏതോ ഒരു ചെറിയൊരു പോർഷൻ ആണ് സേ ആർ, അതിന്റെ മുകളിൽ ആ ഫംഗ്ഷൻ ഡിഫൈൻ. നമ്മൾ ഇതിനെ പല പല റെക്ടാംഗിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു ഓഫ് ഏരിയ ഡി എ. റെക്ടാംഗുലർ പോർഷൻ, ചെറിയ പോർഷൻസ് എന്ന് വേണമെങ്കിൽ എടുക്കാം. ഇവിടെയൊക്കെ ഫംഗ്ഷന്റെ വാല്യൂ നോക്കി ഇങ്ങനെയുള്ള രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, ഇന്റഗ്രേറ്റഡ് ഫ്രം എവിടുന്ന് എവിടെ വരിക ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഇൻടു ഡി എ, ഓഫ് ദ പ്രോഡക്റ്റ് എഫ് ഓഫ് എക്സ് വൈ ഇൻടു ഡി എ ഓവർ ദ റീജിയൻ ആർ. ഇനി ട്രിപ്പിൾ ഇന്റഗ്രലോട്ട് വന്നപ്പോൾ 3 dimensional ഒരു വോളിയം വി എടുത്തു, അതിനെ പല പോർഷൻസ് ആക്കി എടുത്തു, അതിന്റെ ഓരോന്നിന്റെയും ഡി വി എന്നെടുത്തു നമുക്ക് വോളിയം. ഫംഗ്ഷന്റെ വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, ഇന്റഗ്രേറ്റഡ്. സോ ഇന്റഗ്രൽ ഓവർ ദ വോളിയം വി, ദ പ്രോഡക്റ്റ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇൻടു ഡി. ലൈൻ ഇന്റഗ്രലോട്ട് വന്നപ്പോൾ ഓരോ കർവ് ആണ്, അതിനെ പല പോർഷൻസ് ആക്കി എടുത്തു ഓഫ് ലെങ്ത് ഡി എസ്. ഫംഗ്ഷന്റെ വാല്യൂ കണ്ടു, 3 dimensional ആണ്, സോ മൾട്ടിപ്ലൈ ചെയ്തു എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇൻടു ഡി എസിനെ ഇന്റഗ്രേറ്റഡ് along the curve C. ഇവിടെ അത് തന്നെ ചെയ്യാൻ പോകുന്നത്. നമ്മൾ പല പോർഷൻസ് ആക്കി എടുത്തു ഓഫ് ഏരിയാസ് ഡി സിഗ്മ ചെരിഞ്ഞാണ് എടുക്കുക. അതിന്റെ മുകളിൽ ഫംഗ്ഷന്റെ വാല്യൂ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇന്റഗ്രേറ്റിംഗ് ഓവർ ദ സർഫേസസ്. ഇനി നോക്കുക, സപ്പോസ് ഈ പറഞ്ഞിരിക്കുന്ന എസിന്റെ ഷാഡോ അല്ലെങ്കിൽ പ്രൊജക്ഷൻ ഇൻ എക്സ് വൈ പ്ലെയിൻ ആറാന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു പ്ലെയിനിലേക്ക് നമ്മൾ പ്രൊജക്ഷൻ എടുക്കുന്നു, അത് ആറാന്ന് വിചാരിക്കും. ആ പ്രൊജക്ഷന്റെ നോർമൽ ഡയറക്ഷൻ പി ആണെന്ന് വിചാരിക്കും.
that means ഈ ഡയറക്ഷൻ ആണ് P. ഈ സർഫസ് is given by g of xyz is equal to c. അപ്പോൾ del g is normal to the surface. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇവിടെ ഈ ചെറിയ പോർഷൻ ഉണ്ടെങ്കിൽ ആ ചെറിയ പോർഷന്റെ പ്രൊജക്ഷൻ ഇങ്ങോട്ട് എടുത്ത് മൊത്തം എസിന്റെ പ്രൊജക്ഷൻ ആണ് 6. അപ്പൊ ചെറിയ പോർഷന്റെ പ്രൊജക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതും ഇവിടെ ഒരു ഷാഡോ നമുക്ക് കിട്ടും. അതിനെ നമുക്ക് ഡി എ എന്ന് വിളിക്കാം. അപ്പൊ എന്താ ഈ ഡി സിഗ്മയും ഡി എയും തമ്മിലുള്ള കണക്ഷൻ? പ്രൊജക്ഷൻ ആണ്. നമ്മൾ എക്സ് വൈ പ്ലെയിനില്ല, പിന്നെ നേരെ ഇങ്ങോട്ട് വേണം നമുക്ക് കൺസിഡർ ചെയ്യാം. സപ്പോസ് അവർ തമ്മിലുള്ള ഇടയ്ക്കുള്ള ആംഗിൾ ഒരു തീറ്റ ആണെങ്കിൽ ഇങ്ങനെ പറയാമല്ലോ, ഡി സിഗ്മ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ഡി എ ഓർ ഡി സിഗ്മ ഇസ് ഈക്വൽ ടു ഡി എ ബൈ കോസ് തീറ്റ. ഇനി എങ്ങനെ ആ കോസ് തീറ്റ കിട്ടും? ഇത് ഇവരുടെ ഇടയ്ക്കുള്ള ആംഗിൾ ആണ് ആ തീറ്റ. ഒന്നിങ്ങനെ കുറച്ച് ചെരിഞ്ഞെടുക്കുന്നു, ഒന്ന് നേരെ എടുക്കും. ഇതിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ ആണ് തീറ്റ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ തീറ്റ തന്നെയായിരിക്കും. കാരണം ഈ ആംഗിൾ 90, ഈ ആംഗിൾ 90. സോ തീർച്ചയായും ഇതും എന്ത് തന്നെയായി? ഇത് ഈ പോർഷൻ 90 മൈനസ് തീറ്റ. അങ്ങനെയാകുമ്പോൾ ഈ ആംഗിൾ തീറ്റയായി. അപ്പൊ എനിക്ക് വേണ്ട കോസ് തീറ്റ വേണമെങ്കിൽ എനിക്ക് ഇത് രണ്ടും വെച്ച് ചെയ്യാം. എങ്ങനെ അത് രണ്ടും വെച്ച് ചെയ്യുന്നത്? രണ്ട് വെക്ടേഴ്സ് ആണ്. del g is a vector, p is a vector. So cos theta is equal to dot product divided by their magnitudes. So where cos theta is equal to, നമുക്ക് വേണമെങ്കിൽ പറയാം del g dot p divided by magnitude of del g into magnitude of. അപ്പൊ ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും, ഡി സിഗ്മ ഇസ് ഈക്വൽ ടു കോസിന്റെ താഴെ. അപ്പൊ നേരെ ഓർഡർ മാറുമല്ലോ. del g യുടെ മാഗ്നിറ്റ്യൂഡ് into magnitude of p if p is unit vector normal to the surface അല്ല, normal to the surface it's del g, unit vector normal to r ആണ്. അത് p ആണെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആയി. അതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആവുന്ന സമയത്ത് ഇത് 1. സോ ബാക്കി മുകളിൽ വരുന്നത് del g ഡോട്ട് p വരാനുണ്ട് into d. ഇനി ആ ഡയറക്ഷൻസിന് ചെറിയ അങ്ങോട്ടും ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ നെഗറ്റീവ് വരാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ ഏതും കൂടെ എടുക്കുന്നു, മോഡുലസും കൂടെ എടുക്കുന്നു. ഇപ്പോ ഞാൻ പറയുന്ന കാര്യം, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തൽക്കാലം കാര്യമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. പക്ഷെ സർഫസ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി സിഗ്മ. ഈ ഡി സിഗ്മയാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. ഡി സിഗ്മ ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് del g ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് del g ഡോട്ട് p d. അങ്ങനെ വരുമ്പോൾ ഇന്റഗ്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഡി എയിലോട്ട് പോകും. ഡി എ എന്ന് പറഞ്ഞാൽ ഇത് ഈ പോർഷൻ ആണ്. ഇന്റഗ്രേറ്റിംഗ് ഓവർ ഡി എന്ന് പറഞ്ഞാൽ ആറിലോട്ട് പോകും. സോ ഇതേ ഇന്റഗ്രൽ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ സെഡ് into magnitude of del g divided by magnitude of del g dot p dA. അപ്പൊ ഇത് വെറും ഡബിൾ ഇന്റഗ്രലിലോട്ട് കാര്യങ്ങൾ പോകും. ഡബിൾ ഇന്റഗ്രൽ ഡി എ ഈ പ്രൊജക്ഷൻ ആണ്, ഷാഡോ ആണ്. അത് വെച്ചിട്ട് ആ റീജിയൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റുകൾ കിട്ടും. എഫ് ഓഫ് എക്സ് വൈ സെഡ് അറിയാമായിരിക്കും. എഫ് ഓഫ് എക്സ് വൈ സെഡ് എക്സ് വൈ സെഡ് ഇതിലെ പോയിന്റ്സ് ആണ്. del g കാണാം, ശ്രദ്ധിക്കണം. del g എന്ന് പറഞ്ഞ ഈ സർഫസിനനുസരിച്ചാണ് del g. സർഫസിന്റെ ഇക്വേഷന്റെ അകത്താണ് g കണ്ടെത്തേണ്ടത്. സോ del g കാണാം. Now what is p? P is unit vector normal to r, comma p is unit normal to r. ഓക്കെ, പറയൂ. അപ്പൊ എന്തൊക്കെ വേണം നമുക്ക് ഇങ്ങനെ ഒരു ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ? ആദ്യം ആ സർഫസ്.
സർഫസിന്റെ ഇക്വേഷൻ ആകുന്ന ജി എന്താണെന്ന് മനസ്സിലാക്കും. ഡെൽ ജി വേണ്ടി വരും. സർഫസിന്റെ ഷാഡോ 2 ഡയമെൻഷനാ. അതിന്റെ നോർമൽ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ പി. പിന്നെ അതെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽ ജി വേണം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽ ജി ഡോട്ട് പി, ദാറ്റ് ഈസ് ഡി സിഗ്മ ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽ ജി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഡെൽ ജി ഡോട്ട് പി ഡി എ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇതിന്റെ വേരിയേഷൻസ് ആണ് ഈ ഡി എ എന്നുള്ളതിനെ നമുക്ക് ഡി എക്സ് ഡി വൈയിലോട്ട് മാറ്റാൻ വേണമെങ്കിൽ പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന കേസിലാണെങ്കിൽ ആർ ഡി ആർ ഡി തീയിലോട്ട് പോവാം, ഡി തീയിലോട്ട് പോവാം. അതൊക്കെ ഡബിൾ ഇന്റഗ്രലിന്റെ ഇവാലുവേഷന്റെ കാര്യങ്ങളിലോട്ട് പോയി. അപ്പൊ ഈ ഒരു ചെറിയൊരു പോയിന്റ് മാത്രമേ ഇവിടെ ബാക്കി വയ്ക്കുന്നുള്ളൂ, അല്ലെ മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ. പക്ഷെ ഓർക്കുക, അപ്പൊ അങ്ങനെ സർഫസ് ഏരിയ കാണും. ഓരോ കേസിലും ചെയ്തിട്ടുള്ള അതേപോലെ തന്നെ ഈ എഫ് ഓഫ് എക്സ് വൈ ദാറ്റ് ഇസ് 1 with the function defined over the surface is 1, നമുക്ക് കിട്ടും ഏത് സർഫസ് ഏരിയ. സോ ഈ ഇക്വല് ചെയ്യുന്ന പ്രോബ്ലംസ് കൂടുതലും സർഫസ് ഏരിയയുടെ പ്രോബ്ലംസാ. സർഫസ് ഏരിയ എന്തിന് ഈക്വൽ ആവും? ഇന്റഗ്രൽ ഓവർ എസ് എഫ് ഓഫ് എക്സ് വൈ സെഡ് 1 ആവണം. സോ ഡി സിഗ്മ. വാട്ട് ഇസ് ഡി സിഗ്മ? ഡി സിഗ്മ ഇസ് ഈക്വൽ ടു magnitude of del g divided by del g dot p dA. So ഈ ഇന്റഗ്രൽ മാറും, ഇന്റഗ്രൽ ഓവർ ആർ. ബാക്കി കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ. ഇനി പ്രോബ്ലംസിലോട്ട് നോക്കാം. പ്രോബ്ലം 1. Find the surface area cut from the bottom of the paraboloid x square plus y square minus z equal to 0. So paraboloidന്റെ ഇക്വേഷൻ അവിടെ ഉണ്ട്. By the plane z equal to 4. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഏതാണ് ഏരിയ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യലാണ്. നമുക്കറിയാവുന്ന പരാബോളോയിഡ്, കാരണം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു സെഡ് അല്ലെങ്കിൽ സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കൊട്ടയുടെ ഷേപ്പ്. അപ്പോൾ അത് ആദ്യമേ വരയ്ക്കാം. ഇതാണ് നമ്മുടെ പരാബോളോയിഡ്. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ട സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ കേർവ്ഡ് സർഫസ് ആണ്. ഈ സർഫസ് ആണ് ഇതിൻ്റെ ഏരിയ ആണ് വേണ്ടത്. ചുറ്റിലുമുണ്ട്, അപ്പുറ സൈഡിലേക്കും പോകും. അപ്പൊ ഈ സർഫസിന്റെ ഏരിയ, സർഫസ് ഏരിയ, റിക്കേർഡ് സർഫസ് ഏരിയ. സർഫസിന്റെ അല്ലെങ്കിൽ ഈ സർഫസിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് സെഡ് ഇസ് ഈക്വൽ ടു 0 ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചൂസ് ചെയ്യാൻ, ലെറ്റ് ജി ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് സെഡ്. അപ്പോൾ ജി ഓഫ് സെഡ് 0 ആവുന്ന points xyz ആണ്. അല്ലെങ്കിൽ level surface of the function g of xyz is equal to x square plus y square minus z corresponding to g of xyz equal to 0. ഇനി വേണ്ടത് ഇതിപ്പോ നമ്മളെ സർഫസ് എസ് ആണ്. അതിന്റെ പ്രൊജക്ഷൻ ഇൻ ദ എക്സ് വൈ പ്ലെയിൻ ഞാൻ എടുക്കുന്നു. ഇവിടെ പ്രൊജക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ഇവിടെ ഒരു സർക്കിൾ കിട്ടും. അതിന്റെ ഇന്റീരിയർ ആയിരിക്കും ആ പ്രൊജക്ഷൻ വരിക. അപ്പൊ അതിനെ ഞാൻ ആർ എന്ന് വിളിക്കുന്നു. ഇതിന്റെ ബൗണ്ടറി ആയിട്ട് വരാവുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 ആണ്. കാരണം സെഡ് ഈക്വൽ ടു 4 ആകുമ്പോഴാണല്ലോ ഈ മുകളിലത്തെ സർക്കിൾ വരിക. ആ സർക്കിളിന് താഴെ ആയിരിക്കുമല്ലോ അതിന്റെ മാക്സിമം, നമ്മൾ ഷാഡോ എടുക്കുമ്പോൾ മാക്സിമം വരിക. സോ ദിസ് ആർ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന്റെ നോർമൽ ഡയറക്ഷൻ ഇസ് കെ. സോ പി ഇസ് ഈക്വൽ ടു കെ ആണ്, വെക്ടർ കെ ആണ്. ഇനി നമുക്ക് വേണ്ടത് ഡെൽ ജി ആണ്. സോ ഡെൽ ജി ഇസ് ഈക്വൽ ടു ഡോ ജി ബൈ ഡോ എക്സ് ഇൻറ്റു ഐ പ്ലസ് ഡോ ജി ബൈ ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് ഡോ ജി ബൈ ഡോ സെഡ് ഇൻറ്റു കെ എന്ന് വരും. ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു 2xi പ്ലസ് 2yj മൈനസ് കെ. ഇതാണ് ഡെൽ ജി വരിക. നമ്മൾ ഉദ്ദേശം ഡി സിഗ്മ കാണലാണ്. ഡി സിഗ്മ ഇസ് ഈക്വൽ ടു ഡെൽ ജിയുടെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡഡ് ബൈ magnitude of del g dot p. So that is equal to ഇവിടെ del g യുടെ magnitude is root of 4x square plus 4y square plus 1 എന്ന് വരും, divided by del
നമ്മളെ കയ്യിലുണ്ട് പി ഇസ് ഈക്വൽ ടു കെ ആണ്. സോ ഡെൽ ജി ഡോട്ട് പി എന്ന് പറയുന്നത് -1 ആ. -1ന്റെ മാഗ്നിറ്റ്യൂഡ് 1. ഡെൽ ജി ഡോട്ട് പി ഇസ് -1. -1ന്റെ മാഗ്നിറ്റ്യൂഡ് ഇസ് 1. സോ ഡി സിഗ്മ ഇസ് റൂട്ട് ഓഫ് 4x² പ്ലസ് 4y² പ്ലസ് 1. അപ്പൊ ഇത്രയും ആണ് നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി നമ്മൾ സർഫസ് ഏരിയയുടെ ഫോർമുലയിലോട്ട് പോവാണ്. സർഫസ് ഏരിയ ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ d sigma. So that is equal to double integral root of 4x² plus 4y² plus 1 dA. ഇപ്പോൾ ഇത് ഡബിൾ ഇന്റഗ്രലിലോട്ട് മാറി. നമ്മൾ കുറേ ഡബിൾ ഇന്റഗ്രൽസ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഡബിൾ ഇന്റഗ്രൽ ഓവർ ദ റീജിയൺ ആർ ആണ്. ആർ എന്ന് പറയുന്ന റീജിയൺ ഒന്നുകൂടെ ഞാൻ വരയ്ക്കുന്നു. ദാറ്റ് ഈസ് ദ സർക്കിൾ x² plus y² is equal to മുകളിലുള്ള അതേപോലെ ഞാൻ എടുത്തതാണ്. ദിസ് ഇസ് y ആക്സിസ്, x ആക്സിസ്. x² plus y² is equal to 4 ആണ്. സോ ഇവിടെ x² plus y² ഈ ഇന്റഗ്രാൻഡിന്റെ അകത്തും ഉണ്ട്. അപ്പൊ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. x is equal to r cos theta, y is equal to r sin theta എന്നുള്ള രീതിയിൽ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ r is varying from 0 to ഇവിടെ z ആക്സ് ഉണ്ട്, താഴോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഞാൻ ആ പ്രൊജക്ഷൻ മാത്രമായിട്ടേ വരച്ചിട്ടുള്ളൂ. അപ്പൊ r എടുക്കാൻ നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു സ്ട്രിപ്പ് എടുക്കുക ചെയ്യാം. ആറിന്റെ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ഇവിടെ വരാൻ പോകുന്നത്. സോ 0 to റേഡിയസ് ഓഫ് ദ സർക്കിൾ ഇസ് 2. സോ 0 to 2 വരെ വേരി ചെയ്യാം. ആൻഡ് തീറ്റ ഇസ് വേരിയിങ് ഫ്രം നമുക്കത് ടോപ്പ് ഫുൾ റീജിയൺ വേണം. വേണമെങ്കിൽ 4 times എഴുതാം. എന്നാൽ പോലും ഞാനിവിടെ ഫുൾ റീജിയൺ എന്നുള്ള രീതിയിൽ 0 to 2π തന്നെ എടുക്കുകയാണ്. ആൻഡ് ഡി എ എന്നുള്ളത് ആർ ഡി ആർ ഡി തീറ്റ അല്ലെങ്കിൽ ഡി എക്സ് ഡി വൈ ആർ ഡി ആർ ഡി തീറ്റ എന്ന് വരും. സോ നമ്മൾ ഇന്റഗ്രൽ ഇങ്ങനെ മാറി. ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 2π 0 to 2 root of 4 times x² plus y² is r² and x r cos theta, y r sin theta. So 4r² plus 1 and r dr d theta. ഇത് ഇനി ഇന്റഗ്രേറ്റ് ചെയ്യണം. ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ആർ. അങ്ങനെ നോക്കുമ്പോൾ റൂട്ട് ഉണ്ട്. റൂട്ടിന്റെ അകത്തുള്ള ക്വാണ്ടിറ്റി നമുക്ക് പുതിയൊരു വേരിയബിൾ എടുക്കാം. സെലക്ട് u is equal to 4r² plus 1. Then du is equal to 8r dr. And variations നോക്കിക്കഴിഞ്ഞാൽ r is varying from 0 to 2. So u is varying from 1 to 4r², that is 16. So 17. അപ്പോൾ ഈ ഇന്റഗ്രൽ ഇങ്ങനെ മാറും. ഇന്റഗ്രൽ 0 to 2π ഇന്റഗ്രൽ 1 to 17 റൂട്ട് ഓഫ് u r dr എന്നുള്ളത് മാറിയിട്ട് du by 8 ആവും d theta. ഇനി ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ ഇന്റഗ്രൽ 0 to 2π റൂട്ട് യുന്റെ u raised to 3/2 by 3/2. സോ 2/3 u raised to 3/2. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 1 to 17. ആൻഡ് du by 8 ഉണ്ട്. അതുകൊണ്ട് പുറത്തൊരു 1/8 വരും d theta. So that is 1/8 integral 0 to 2π. Substitute ചെയ്യുമ്പോൾ 2/3 into 17 root 17 അല്ലെങ്കിൽ 17 raised to 3/2 minus 1 വരും. അത് കോൺസ്റ്റന്റ് ആണ് d theta. ആ കോൺസ്റ്റന്റ് മൊത്തം പുറത്തെടുത്തു കഴിഞ്ഞാൽ 1/12 17 root 17 minus 1 into integral 0 to 2π d theta. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ തീറ്റ വന്നു, ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2π ആയി. സോ ദാറ്റ് ഇസ് 2πയും കൂടെ വരും. സോ ദാറ്റ് ഈക്വൽസ് 2ഉം കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ π/6 17 root 17 minus 1 അത്രയും സ്ക്വയർ യൂണിറ്റ്സ്. കാരണം സർഫസ് ഏരിയ ആണ്. Problem 2 നോക്കൂ. Find the surface area of the cap cut from the hemisphere. x² plus y² plus z² is equal to 2. അപ്പോൾ ആദ്യം ആ ഹെമിസ്ഫിയർ നോക്കാം. അതിൻ്റെ അകത്ത് ഒരു സിലിണ്ടർ
കട്ട് ചെയ്ത് മാറ്റുന്ന ക്യാപ്പാണ്. അപ്പോൾ ആദ്യം ഹെമിസ്ഫിയർ വരച്ചാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2. അപ്പോൾ ഇതിൻ്റെ എന്നെ ഒരു സിലിണ്ടർ, ഇപ്പോൾ ഈ സ്ഫിയറിൻ്റെ റേഡിയസ് √2 ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന സിലിണ്ടർ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ആയിട്ട് വരുന്ന സിലിണ്ടർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സിലിണ്ടർ ഇങ്ങനെ പോകും. അപ്പോൾ ആ സ്ഫിയറിൻ്റെ അകത്തുനിന്ന് ഈ സിലിണ്ടർ കട്ട് ചെയ്ത് മാറ്റുന്ന പോർഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ക്യാപ്പ് ആയിരിക്കും. അത് സ്ഫിയറിൻ്റെ പോർഷൻ ആയിരിക്കും. അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ വേണ്ടത്, അതിൻ്റെ സർഫസ് ഏരിയ. അപ്പോൾ ഈ സർഫസിൻ്റെ ഏരിയ വേണ്ടത് 3 ഡയമെൻഷണൽ ഫിഗർ ആണ്, ഒരു ക്യാപ്പാണ് അവിടെ വരുന്നത്. അപ്പുറത്തെ സൈഡിലേക്കും ഉണ്ട്, ബാക്ക് സൈഡിലേക്കും ഉണ്ട്. അപ്പോൾ ആ സർഫസിൻ്റെ ഏരിയ വേണം. അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കുന്നു തൽക്കാലം. ഇതാന്ന് വിചാരിച്ചോളൂ ആ ക്യാപ്പ്. അപ്പോൾ ഇതിൽ ഈ ക്യാപ്പ് എന്ന് പറയുന്നത് ഹെമിസ്ഫിയറിൻ്റെ പോർഷനാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്തായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ഈ പോർഷൻ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 2ന്റെ പോർഷനാണ്. അപ്പോൾ നമുക്ക് വേണ്ട ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ സർഫസ് ഏരിയയ്ക്ക് വേണ്ടത് ജി ഓഫ് എക്സ് വൈ സെഡ് എടുക്കണം. സോ വാട്ട് ഇസ് ജി ഓഫ് എക്സ് വൈ സെഡ്? അത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ -2 എന്നെടുക്കാം, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആയാലും മതി. ജി ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആവുന്ന എക്സ് വൈ സെഡുകളുടെ കളക്ഷൻ, അതായത് ലെവൽ സർഫസ്, ആ രീതിയിൽ നമ്മൾ ഡിഫൈൻ. ഇനി നമ്മൾ ഇതിൻ്റെ ഷാഡോ എടുക്കുന്നു 6 കിട്ടാൻ. സോ 6 എക്സ് വൈ പ്ലെയിനിൽ ആണ് ഞാൻ എടുക്കുന്നത്. അത് ഒരു സർക്കിൾ ആയിരിക്കും കിട്ടുക. ഏതാണ് ആ സർക്കിൾ വരിക? ഇതൊരു സിലിണ്ടർ അല്ലേ നമ്മളത്. അപ്പോൾ ഈ സിലിണ്ടർ അല്ലേ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1. അപ്പോൾ ഇതിൻ്റെ ഈ ബൗണ്ടറി ആയിട്ട് വരാവുന്നത് ശരിക്കും എന്ത് തന്നെ ആയിരിക്കണം? ആ സർക്കിളാണ്. ഏത് സർക്കിൾ? അപ്പോൾ അതിൻ്റെ താഴേക്ക് എനിക്ക് എഴുതാൻ പറ്റും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഓക്കെ, നമുക്ക് അപ്പോൾ 6 കിട്ടി. സോ ദിസ് ഇസ് R ആൻഡ് ദിസ് ഇസ് S. അപ്പോൾ ഈ R എന്നുള്ള എക്സ് വൈ പ്ലെയിനിലായതുകൊണ്ട് നോർമൽ ഡയറക്ഷൻ ഇസ് P. Normal unit vector normal to the plane is K to R is P is equal to K. അപ്പോൾ നമുക്ക് ആ നോർമൽ കിട്ടി. ഇനി വേണ്ടത് നമ്മൾ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ R d സിഗ്മയാണ്. ഡി സിഗ്മയിലോട്ട് പോകാൻ ഡെൽ ജി വേണം. സോ ഡെൽ ജി ഇസ് ഈക്വൽ ടു ഡോ ജി ബൈ ഡോ എക്സ് I plus dou g by dou y j plus dou g by dou z k ആണ്. അപ്പോൾ അത് ഓക്കെ. then d sigma is equal to del g യുടെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡഡ് ബൈ del g dot p യുടെ മാഗ്നിറ്റ്യൂഡ് ആണ്. so that is root of 4x square plus 4y square plus 4z square divided by del g dot p is 2z. ഇവിടെ എക്സ് വൈ സെഡ് ഒക്കെ സ്ഫിയറിന്റെ പോർഷൻ ആയതുകൊണ്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇസ് 2 ആണ്. അപ്പോൾ ഇത് ശരിക്കും √8 അല്ലെങ്കിൽ 2√2 ആണ് ന്യൂമറേറ്റർ വരിക. കാരണം 4 × എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ അല്ലേ. അപ്പോൾ √8 വരും. ദാറ്റ് ഇസ് 2√2 ഡിവൈഡഡ് ബൈ 2z. ദാറ്റ് ഈസ് √2 ബൈ z എന്നേ വരിക. പക്ഷേ ഈ ഡി സിഗ്മ ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് അല്ലെങ്കിൽ ഡെൽ ജി ഡിവൈഡഡ് ബൈ ഡെൽ ജി ഡോട്ട് പിയുടെ മാഗ്നിറ്റ്യൂഡ് ഒക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ R ആണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ എക്സിലും വൈയിലും ആണ് വേണ്ടത് ഇക്വേഷൻ, സെഡിലല്ല. ഈ എക്സ് വൈ സെഡ് സ്ഫിയറിലെ പോയിന്റ്സ് ആണ്, അല്ലാതെ ആറിലെ പോയിന്റ്സ് അല്ല. √2 - എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, കാരണം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇസ് 2. ഇപ്പോൾ ഇത് എക്സിലേക്കും വൈയിലേക്കും കൊണ്ടുവന്നു. ഇനി ഞാൻ സർഫസ് ഏരിയ കാണാണ്. സർഫസ് ഏരിയ ഇസ് ഈക്വൽ ടു
double integral over s d sigma no, that is equal to double integral over r del g യുടെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡഡ് ബൈ del g ഡോട്ട് p യുടെ മാഗ്നിറ്റ്യൂഡ് dA എന്ന് എഴുതാം. that is double integral over r root 2 divided by root of 2 minus x square plus y square dA എന്ന് എഴുതാം. dA എന്ന് പറഞ്ഞാൽ dx dy ആണ്. ഇനിയിപ്പോൾ ബാക്കി ഡബിൾ ഇൻ്റഗ്രലിൻ്റെ ഇവാലുവേഷനാണ്. സാധാ പോലെ തന്നെ നമുക്ക് ചെയ്യാം. ഇവിടെ R എന്ന് പറയുന്ന റീജിയൺ സർക്കിൾ, ഇന്റീരിയർ ഓഫ് ദ സർക്കിൾ, സർക്കിൾ അല്ല സർക്കിളിന്റെ ഇന്റീരിയർ ആണ്. അത് മാത്രം ഒന്നുകൂടെ വരച്ചേ ഉള്ളൂ. ഈ ബൗണ്ടറി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1. പിന്നെ ഈ ഇന്റഗ്രാൻഡ് അകത്ത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഡബിൾ ഇൻ്റഗ്രൽ വാല്യൂവേറ്റ് ചെയ്യുമ്പോൾ പോളാർ ഫോമിലോട്ട് കൺവേർഷൻ ആണല്ലോ. സോ എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, y equal to r sin theta, x square plus y square is r square, and dx dy is r dr d theta, അല്ലെങ്കിൽ dA is r dr d theta. ഇനി വേരിയേഷൻസ് ചൂസ് ചെയ്യുന്ന സമയത്ത് ആറിൻ്റെ ആദ്യം നമ്മൾ നോക്കും. ഒരു സ്ട്രിപ്പ് ഇങ്ങനെ നമ്മൾ എടുക്കും. അപ്പോൾ 0 മുതൽ അങ്ങേയറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. സോ ആറിൻ്റെ വാല്യൂ 1 ആയി. ആൻഡ് തീറ്റ കംപ്ലീറ്റ് ഉണ്ടല്ലോ, ഈ ആംഗിൾ അല്ലേ തീറ്റ, ഇതിങ്ങനെ ചുറ്റണ്ടേ. സോ തീറ്റ ഇസ് വേരിയിങ് ഫ്രം 0 to 2π. സോ ഈ ഇൻ്റഗ്രൽ ഇങ്ങനെ മാറി. ഇൻ്റഗ്രൽ 0 to 2π, 0 to 1, root 2 divided by root of 2 minus r square r dr d theta. വീണ്ടും റൂട്ട് വരുന്നുണ്ട്. റൂട്ടുള്ള കേസിൽ നമ്മളിപ്പോൾ ഇനി വിത്ത് റെസ്പെക്ട് ടു ആർ ഇൻ്റഗ്രേറ്റ് ചെയ്യണം, പിന്നെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. വിത്ത് റെസ്പെക്ട് ടു ആർ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നേരം നോക്കുമ്പോൾ ഇതൊരു സിംഗിൾ ഇൻ്റഗ്രൽ. ആ ഇൻ്റഗ്രലിൽ ഡിനോമിനേറ്ററിൽ റൂട്ട് കിടപ്പുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി വീണ്ടും സബ്സ്റ്റിറ്റ്യൂഷൻ പുട്ട് റൂട്ടിൻ്റെ അകത്തുള്ള ക്വാണ്ടിറ്റി 2 minus r square is equal to u, then minus 2r dr is equal to du, and so r dr എന്ന് മാറ്റിയിട്ട് മൈനസ് du എന്ന് എഴുതാം. Then variations നോക്കിക്കഴിഞ്ഞാൽ r is varying from 0 to 1, then u varies from r 0 ആവുന്ന സമയത്ത് 2i, r 1 ആവുന്ന സമയത്ത് 1i. സോ നമ്മളെ ഇൻ്റഗ്രൽ വീണ്ടും മാറി. ഇൻ്റഗ്രൽ 0 to 2π, ഇൻ്റഗ്രൽ 2 to 1, റൂട്ട് 2 ഉണ്ട്. r dr-നെ നമുക്ക് മൈനസ് du/2 എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് യു. ഇത്രയാ വരിക. സോ റൂട്ട് 2 2 കട്ട് ചെയ്തിട്ട് ഇനി അഗൈൻ ഇൻറ്റു ഡി തീറ്റ മറന്നുപോയി. സോ ഡി തീറ്റ. സോ ദിസ് ഈക്വൽസ് റൂട്ട് 2 കട്ട് ചെയ്യുന്ന സമയത്ത് 1/√2 വരും, ഒരു മൈനസും കൂടി. സോ മൈനസ് 1/√2 പുറത്തെടുക്കുന്നു. ഇൻ്റഗ്രൽ 0 to 2π. ദെൻ ബാക്കി വരാവുന്നത് du/√u വരാം. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം ഫ്രം 2 to 1 ഡി തീറ്റ. അവസാനം ഡി തീറ്റ. du/√u ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2√u എന്ന് വരും. കാരണം u raised to -1/2, അതിൻ്റെ ഇൻ്റഗ്രൽ u raised to -1/2 plus 1, that is 1/2 divided by 1/2, that is 2√u. So -1/√2, integral 0 to 2π, 2√u, limit substitute ചെയ്യണം 2 to 1 d theta. That is -1/√2 into 2√u, ലിമിറ്റ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 2 minus 2√2 എന്ന് വരും. ആൻഡ് ഇൻ്റഗ്രൽ 0 to 2π d theta, ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് 2π എന്ന് വരും. That is -1/√2, 2 minus 2√2 into 2π. That is equal to മൈനസ് ഉള്ളോട്ട് എടുക്കാം. അപ്പോൾ ഓർഡർ നേരെ തിരിയും. 2ഉം √2ഉം കട്ട് ചെയ്യുമ്പോൾ √2 വരും. സോ √2 into 2√2 minus 2π. ആ √2 കൂടെ ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ
4 മൈനസ് 2 റൂട്ട് 2 ഇൻറ്റു പൈ എന്ന് വരും. അല്ലെങ്കിൽ 2 ഇൻറ്റു 2 മൈനസ് റൂട്ട് 2 പൈ. അത്രയും സ്ക്വയർ യൂണിറ്റ്സ്. പ്രോബ്ലം 3 നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സർഫസ് ഓഫ്. അപ്പോൾ കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻസിലും നമുക്ക് അറിയാവുന്ന സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ആയിരുന്നു സർഫസുകൾ. ഒന്ന് സ്ഫിയർ ആയിരുന്നു, അതിന്റെ മുന്നത്തെ പരാബോളോയിഡ് ആയിരുന്നു. ഇപ്പൊ ഇത് x² മൈനസ് 2y മൈനസ് 2z ഈക്വൽ ടു 0. നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാം, പക്ഷെ വരയ്ക്കലല്ലോ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. അല്ലെങ്കിലും സർഫസ് ഏരിയ കാണുന്ന സമയത്ത് നമ്മൾ ആ ഷാഡോനെ ബേസ് ചെയ്തിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഓവർ ദ റീജിയൻ ആർ. അതായത് ഷാഡോ ആണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ദാറ്റ് ലൈസ് അബവ് ദ ട്രയാങ്കിൾ ബൗണ്ടഡ് ബൈ ദ ലൈൻസ് x ഈക്വൽ ടു 2, y ഈക്വൽ ടു 0, y ഈക്വൽ ടു 3x. ശരി, അപ്പൊ എന്തായാലും നമുക്കൊരു സർഫസ് ഉണ്ട്. ഒരു സർഫസ് ഉണ്ട് which is above the lines x equal to 2, y is equal to 0 and y equal to 3x. y equal to 3x, x equal to 2 and y equal to 0. അപ്പോൾ ഇതിന്റെ മുകളിലാണ് ആ സർഫസ് വരുന്നത്. അപ്പോൾ എന്ത് തന്നെ ആയാലും സർഫസിന്റെ ഷേപ്പ് എങ്ങനെ തന്നെ വന്നു കഴിഞ്ഞാലും തൽക്കാലം ഞാൻ ഇങ്ങനെയൊക്കെ വെറുതെ അങ്ങ് അസ്യൂം ചെയ്യാണ്. ദിസ് ഇസ് എ സർഫസ്. നിങ്ങൾക്ക് വരയ്ക്കാം, കുഴപ്പമില്ല, പക്ഷെ നമുക്കതിൽ ഇവിടെ അത്യാവശ്യമില്ല. ഇതാണ് സർഫസ്, ആ ഏരിയ ആണ് നമുക്ക് വേണ്ടത്. ദിസ് ഇസ് എസ്. പക്ഷെ നമ്മൾ എപ്പോഴും നോക്കുക ഏതിനെ ബേസ് ചെയ്തിട്ടാ, ആറിന്റെ മുകളിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യുക. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നേരെ താഴെയുള്ള ഷാഡോ. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എബവ് ദ ട്രയാങ്കിൾ ബൗണ്ടഡ് ബൈ ദ ലൈൻസ്. അപ്പൊ ഇതിന്റെ ഞാൻ മുകളിൽ വരച്ചിരിക്കുന്നതിന്റെ എഡ്ജ് സൈഡുകൾ എങ്ങനെയായാലും അതിന്റെ ഷാഡോ വരാൻ പോകുന്നത് ഏതേ വരാൻ പോകുള്ളൂ, ഇത് തന്നെയായിരിക്കും ഷാഡോ വരിക. ദിസ് ഇസ് ദ റീജിയൻ ആണ്. കാരണം അതിന്റെ മുകളിലാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം ഇവിടെ വേണം ജി. ഏതാ ജി ആയിട്ട് എടുക്കുക? സർഫസ്. സർഫസിന്റെ അത് ഒരു ലെവൽ സർഫസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓഫ് ദ ഫംഗ്ഷൻ ജി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു x² മൈനസ് 2y മൈനസ് 2z ഈക്വൽ ടു 0. Again, നമ്മൾ R is in xy plane. We have unit normal to R is P is equal to the vector K. കാരണം അത് തന്നെയാണ് നമ്മളിവിടെ നോർമൽ ആയിട്ട് വരുന്നത്. Z ആക്സിസിന്റെ ഡയറക്ഷൻ ആണ്. ഇനി നമുക്ക് വേണ്ട കാര്യങ്ങളോട് പോവാം. ഡെൽ ജി is equal to dou g by dou x, that is 2xi minus plus dou g by dou y, that is minus 2j, dou g by dou z minus 2k. d sigma വേണം, that is mag dot p, so that is equal to root of 4x square plus 4 divided by ഓക്കെ. ഇവിടെ ഡെൽ ജി ഡോട്ട് പി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കെ വെച്ചല്ലേ ഡോട്ട് പോട്ട് എടുക്കുന്ന -2 എന്ന് വരും. പക്ഷെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഉണ്ടല്ലോ, സോ 2 തന്നെ വരും. ആൻഡ് ദാറ്റ് ഈക്വൽസ്, അതിനൊക്കെ 4 ഒക്കെ പുറത്ത് എടുത്തു കഴിഞ്ഞാൽ ആ 2 കട്ട് ചെയ്ത് പോകും. സോ റൂട്ട് ഓഫ് x² പ്ലസ് 2 എന്ന് വരും. അപ്പൊ ഇത് നേരത്തെ ക്വസ്റ്റ്യനിലുള്ള പോലെ z ഒന്നുമല്ല, എക്സ് തന്നെയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് കൺവേർഷൻ ഒന്നും വേണ്ടി വരുന്നില്ല. ഇനി നമുക്ക് സർഫസ് ഏരിയയിലെ ഇന്റഗ്രലിലോട്ട് പോവാം. സർഫസ് ഏരിയ ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് ഡി സിഗ്മ, ദാറ്റ് ഇസ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ, ദാറ്റ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ ആർ റൂട്ട് ഓഫ് x² പ്ലസ് 2. ഇനി എന്തായാലും നമ്മൾ പോളാറിലോട്ട് പോകാൻ പോകുന്നില്ല, കാരണം x² പ്ലസ് y² ഒന്നുമില്ല. സോ dx dy എന്ന് തന്നെ എഴുതുന്നു. അപ്പൊ ഇനി ഇതിപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ടത് റീജിയൺ ആറിന്റെ എക്സിന്റെയും വൈന്റെയും ലിമിറ്റുകളാണ്. അപ്പൊ ഇവിടെ ഈ ഇന്റഗ്രൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ എക്സിൽ മാത്രമേ ഉള്ളൂ. അത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് നമുക്ക് വൈയിൽ ആദ്യം, കാരണം എക്സ് മാത്രമല്ലേ ഉള്ളൂ ഇന്റഗ്രേറ്റ് ആകാത്ത. അപ്പോൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു വൈ ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ അതുകൊണ്ട് തന്നെ ഞാൻ വൈയുടെ ലിമിറ്റ് ഇത് ചൂസ് ചെയ്യുന്നു ആദ്യം. എന്തായിരുന്നു വൈയുടെ ലിമിറ്റ്? വൈയുടെ ലിമിറ്റ് ചൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എപ്പോഴും വൈ ആക്സിന് പാരലായിട്ട് സ്ട്രിപ്പ് എടുക്കും.
വൈ ആക്സിന് പാരലായിട്ട് സ്ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സ്ട്രിപ്പ് വരിക. ആ സ്ട്രിപ്പിൻ്റെ ഒരറ്റം ഓൺ ദ ലൈൻ y ഈക്വൽ ടു 0 ആണ്, രണ്ടാമത്തെ y ഈക്വൽ ടു 3x. സോ y ഈസ് വേരിയിങ് ഫ്രം 0 to 3x. ദെൻ ആ സ്ട്രിപ്പിനെ നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യിക്കാം. അങ്ങ് എക്സ് ഇതിലൂടെ പാസ് ഒറിജിനിലൂടെ പാസ് പോകുന്ന ലൈനാണ് അത്. സോ എക്സ് ഇസ് ഈക്വൽ ടു 0 മുതൽ ഇങ്ങേ അറ്റത്തെ എക്സ് ഈക്വൽ ടു ഏതാവുന്ന വരെ 2 വരെ. സോ എക്സ് ഇസ് വേരിയിങ് ഫ്രം 0 to 2. ഇന്റഗ്രൽ 0 to 2, 0 to 3x, root of x square plus 2 dy dx. With respect to y, integrate ചെയ്യുമ്പോൾ y എന്ന വരിക. സോ 0 to 2 or root of x square plus 2 y ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 0 to 3x dx. That equals integral 0 to 2 ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3x എന്നേ വരുള്ളൂ. സോ 3 പുറത്ത്, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2x dx എന്ന് വരും. റൂട്ട് ഉണ്ട്, ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ റൂട്ടിൻ്റെ അകത്തുള്ള ക്വാണ്ടിറ്റിനെ നമുക്ക് u എന്ന് എടുക്കാം. സോ u is equal to x square plus 2, du is equal to 2x dx, and x is varying from 0 to 2. Therefore നമ്മുടെ u is varying from 2 to 6. സോ ഇൻ്റഗ്രൽ ഇങ്ങനെ മാറി 3, 2 to 6, root u du by 2. So 3 by 2. Root u നെ integrate ചെയ്ത് കഴിഞ്ഞാൽ u raised to 3 by 2 divided by 3 by 2 വരിക. So that is 2 by 3 u raised to 3 by 2. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം 2 to 6. 3 by 2 2 by 3 രണ്ടും കട്ട് ചെയ്ത് പോയി. So 6 raised to 3 by 2 minus 2 raised to 3 by 2. That is 6 root 6 minus 2 root 2. അത്രയും സ്ക്വയർ യൂണിറ്റ്സ്.